വളരെ വേഗം എറണാകുളം മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ KM ഉമേഷ് ഉണ്ട്. ഉമേഷ് ചാലക്കുടി മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ നൽകാനാണ് ചേരുന്നത്. ഉമേഷ്, ചാലക്കുടി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായിരുന്നു. എങ്ങനെയാണ് ചാലക്കുടി മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കാഴ്ചകൾ? മറ്റ് മണ്ഡലങ്ങളിൽ എല്ലാം കണ്ടതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിലും ആവേശഭരിതമായിരുന്നു കൊട്ടിക്കലാശം. അങ്കമാലിയിൽ വച്ചായിരുന്നു ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം അരങ്ങേറിയത്. പ്രവർത്തകരെ ആവേശഭരിതരാക്കിക്കൊണ്ട് വൈകിട്ട് 5 മണിയോടെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് അങ്കമാലിയിലേക്ക് എത്തി. തുടർന്ന് അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പിന്നീട് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെങ്കൊടി അടക്കം വീശുന്ന കാഴ്ചയടക്കം അങ്കമാലിയിൽ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ മെഗാ റോഡ് ഷോ ആരംഭിച്ചതാണ്. ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ പരസ്യപ്രചാരണം അവസാന ദിനത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 8 മണിയോടെ അദ്ദേഹം കോലഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെഗാ റോഡ് ഷോ ആരംഭിച്ചത്. പിന്നീട് ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് വൈകിട്ട് 5 മണിയോടെയായിരുന്നു അങ്കമാലിയിലെത്തിയത്. താളമേളങ്ങളും പൂക്കാവടികളും ചെങ്കൊടിയും ഒപ്പം ചുവന്ന ബലൂണുകളും കൊണ്ട് നിറഞ്ഞ അങ്കമാലി അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ടായിരുന്നു ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം ഉണ്ടായത്. വളരെ മുൻപ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 27 മുതൽ തന്നെ ചാലക്കുടിയിലെയും ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് പര്യടനം ആരംഭിച്ചതാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ നിമിഷവും എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം UDFൻ്റെ കൊട്ടിക്കലാശം ഉണ്ടായത് ചാലക്കുടി ടൗണിലായിരുന്നു. സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാനൊപ്പം പ്രവർത്തകർ റാലിയായി ആണ് ചാലക്കുടി ടൗണിലേക്ക് എത്തുകയും അവിടെ കൊട്ടിക്കലാശം നടത്തുകയും ചെയ്തത്. NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ NDAയുടെ കൊട്ടിക്കലാശവും അങ്കമാലിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. ചുരുക്കത്തിൽ വലിയ ആവേശഭരിതമായ മറ്റു മണ്ഡലങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആവേശഭരിതമായ കൊട്ടിക്കലാശം തന്നെയായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലും ഉണ്ടായത്. ശരി, KM ഉമേഷ് ചാലക്കുടി മണ്ഡലത്തിലെ വിവരങ്ങളാണ് നൽകിയത്. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആവേശോജ്വലമായ കാഴ്ചകളാണ് കലാശക്കൊട്ടിൽ കണ്ടത്. 1.5 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാനമായിരിക്കുന്നു. വലിയ ആവേശം എല്ലായിടത്തും കാണുന്നു. സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ അവസാന മിനിറ്റുകളിലും കാണുകയാണ്. വളരെ സജീവമായി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. അതിൻ്റെ അലയൊലികൾ ജനങ്ങളുടെ വിധി നിർണ്ണയത്തിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇനിയുള്ളത് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക കൂടിയാണ്.